മണ്ണാർക്കാട് CVR ആശുപത്രി ഉടമകൾ 20 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തി മുങ്ങിയതായി നിക്ഷേപകർ. ഇത് സംബന്ധിച്ച് 50-ലേറെ പേർ നൽകിയ പരാതികളിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. സൗജന്യ ചികിത്സാ സൗകര്യം, 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, ആശുപത്രിയിൽ ജോലി തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയത്. 2 വർഷത്തിനു ശേഷം ലാഭത്തിന്റെ 40% വാഗ്ദാനം ചെയ്തിരുന്നു. സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളെ മുന്നിൽ നിർത്തി വിശ്വസിപ്പിച്ച് നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചെന്നും നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ കൂട്ടായ്മയിലുള്ളവർ പറഞ്ഞു. തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും തികച്ചും സാധാരണക്കാരായവരാണ്. 10 ലക്ഷം രൂപ വരെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് നിക്ഷേപകരെ വീഴ്ത്തിയത്. മറ്റു നിക്ഷേപ തട്ടിപ്പിൽ നിന്ന് വിപരീതമായി പണം ഇരട്ടിപ്പിക്കൽ മുന്നിൽ കണ്ടു ചേർന്നവരല്ല. ഷോപ്പുകളിലും മറ്റും ജോലി ചെയ്യുന്നവർ, അധ്യാപകർ, ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയവർ, ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയവർ കബളിപ്പിക്കപ്പെട്ടവരിലുണ്ട്. പലരും പുറത്തു പറയുന്നില്ല. 20 കോടി രൂപ പിരിച്ചെടുത്ത ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ വേണ്ട ഒരു സൗകര്യമോ ഉപകരണമോ ഇല്ലെന്ന് പരാതിക്കാർ പറഞ്ഞു. നിക്ഷേപകർ വാർത്താസമ്മേളനം നടത്തിയാണ് തട്ടിപ്പ് വിവരം വെളിപ്പെടുത്തിയത്. ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, മിനിമം ഇത്ര ഉണ്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അവർക്ക്. അപ്പോൾ അതൊന്നുമില്ലാതെയാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉദ്ഘാടനത്തിന് ഞങ്ങൾ ഷെയർ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആരും അവരെ അറിയിച്ചിട്ടില്ല. അവരുടെ കുറച്ച് ആൾക്കാരെ വിളിച്ച് അവർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ കെ ബാലൻ മന്ത്രിയാണ്, പിന്നെ ഷംസുദ്ദീൻ MLA, ഓരോ സ്ഥലത്തുള്ള MP, കോങ്ങാട്, പെരുന്തമണ്ണ, അങ്ങനെയുള്ള ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ അങ്ങനെ ഇത്രയും ഒരുപാട് VIP-കളെ വിളിച്ചിട്ടാണ് ഇവരിത് നടത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള എല്ലാ ആളുകളെ അവർ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും ഒരു ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവർ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുമ്പോൾ അത് പിന്നീട് അതൊരു ലൈസൻസ് ഇല്ലാതാണ് അത് ഓപ്പണിംഗ് ആവുന്നത്. മെയ് 17-ാം തീയതി 2021. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാതെ നമ്മൾ ഒരു ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരെന്തെങ്കിലും കൈക്കൂലി കൊടുത്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ അത് നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞങ്ങൾക്കത് അറിയുന്നുണ്ടായിരുന്നില്ലേ, നമ്മളത് ശരിക്കും പെട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊരു റൂം എടുത്താൽ പോലും അവർ വന്നിട്ട് എൻക്വയറി നടത്തി അതിന് നിങ്ങൾ ഇത്ര ടാക്സ് അടയ്ക്കണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെമ്മോ തരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ബിൽഡിങ് എല്ലാവരും കാണുന്ന വിധത്തിൽ ഇത്രയും പൊക്കത്തിൽ അവിടെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ അധികാരികൾ ആരും ഇത് കണ്ടിട്ടും കണ്ണടക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായത്. ആശുപത്രിയുടെ പ്രവർത്തനം മാസങ്ങൾക്ക് മുമ്പ് നിർത്തിയ വിവരം നിക്ഷേപകരിൽ പലരും അറിഞ്ഞിട്ടില്ല. പണം ആവശ്യപ്പെട്ട് ആശുപത്രി ഉടമ മുഹമ്മദ് റിഷാദിന്റെ പിതാവ് അലി, ഭാര്യ ഷഹാന, ജീവനക്കാരായ സത്താർ, ജിൻഷ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത്. ആശുപത്രി പ്രവർത്തനം നിർത്തിയതറിഞ്ഞ് ഉടമകളെ ബന്ധപ്പെട്ട ചിലർക്ക് നൽകിയ ചെക്ക് ബാങ്കിലിട്ടപ്പോൾ മടങ്ങി. ഇതിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. നിക്ഷേപം തിരിച്ചു നൽകണമെന്നും ഇത്രയും തുക എന്തു ചെയ്തുവെന്ന് കണ്ടെത്തണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു. 29-ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തുമെന്നും നിക്ഷേപകർ പറഞ്ഞു. ആദ്യം മുതലേ ഇതിനെക്കുറിച്ച് 2021 അവസാനം മുതലേ ഓരോരുത്തർ അന്വേഷണം തുടങ്ങി. എന്താണ് പോയി ചോദിക്കുമ്പോഴൊക്കെ പറയും അടുത്ത മാസം ഡോക്ടർ വരും, അടുത്ത മാസം വിപുലീകരിക്കുകയാണ്, അടുത്ത മാസം കെട്ടിട പണി ഫുള്ള് തീർക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ നാൾ ഇവർ പറഞ്ഞു വിട്ടു. അപ്പോൾ കോവിഡ് സമയത്തൊക്കെ പലരും പോയി കഴിഞ്ഞാൽ പല ട്രീറ്റ്മെൻറ്റുകളും അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഇവർ പ്രിഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, മറ്റെവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോസ്പിറ്റലുകാർ നമ്മളെ പറഞ്ഞു പറ്റിച്ച്, പ്രത്യേകിച്ച് ചെയർമാനാണ് എല്ലാവരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മാനേജർ സത്താർ എന്ന് പറഞ്ഞ ആൾ നമ്മളെയൊക്കെ പലരെയും വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോടെല്ലാം പൈസ മേടിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ളതിനകത്ത് ഒന്നേ ഉള്ളൂ, ഇപ്പം അവിടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല, ഒറ്റ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. നമ്മളിത് സംബന്ധിച്ച് നവകേരള സദസ്സിലൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു അന്വേഷണം ഫോർവേഡ് ചെയ്തുകൊണ്ട് നമുക്ക് DYSPയുടെ എന്നൊരു വിളിയൊക്കെ വന്നു. നമ്മൾ പലരും പോയി കണ്ടു. അപ്പോൾ അവിടുന്ന് അവർ അന്വേഷിക്കുക എന്നുള്ളതിലാണ് പറഞ്ഞത്. ഏകദേശം ഒരു 50 പരാതികൾ ഇപ്പോൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ പറ്റിച്ചതായിട്ട് ചെന്നിട്ടുണ്ട്. ഏതാണ്ട് 30-ൽ പുറത്ത് കേസുകൾ ചെക്ക് കേസായിട്ട് കോടതിയിൽ പോയിട്ടുണ്ട്. PP അബ്ബാസ്, ബിന്ദു ബാബു, വിജയലക്ഷ്മി മോഹനൻ, IK മോഹനൻ, മരക്കാർ കക്കൂത്ത്, അരവിന്ദ് ജനാർദ്ദനൻ, K ഇർഷാദ്, K ഹംസക്കുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.